എന്റെ ആളുകൾ ഈ ഖുർആൻ മാറ്റിവെച്ചു റബ്ബേ. അവർ വാട്സപ്പുകൾ വായിക്കാറുണ്ടായിരുന്നു. ഗ്രൂപ്പ് മുഴുവനും കയറിയിട്ട് ഉത്തരം പറയും, കേൾക്കും, അത് വായിക്കും. ഫേസ്ബുക്ക് ഒന്ന് വായിക്കും, അത് തീർന്നാൽ ഇൻസ്റ്റഗ്രാമും തുറക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ട്വിറ്ററും തുറക്കും. ഇങ്ങനെ മാറി മാറി അവനവന്റെ ജീവിതവുമായി ഭൗതികതയുമായി മാത്രം ബന്ധപ്പെട്ടത് നൂറുകണക്കിന് വരികൾ വായിക്കുമ്പോഴും ഒരു വരി പോലും റബ്ബേ നിന്റെ കലാം. എത്രയോ ഖുർആൻ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്, എത്രയോ ആപ്പുകളുണ്ട്, എത്രയോ ഔറാദുകളുടെ ദിക്റുകളുടെ ആപ്പുകളുണ്ട്. ഔറാദ് വൽ മനാഖിബ് എന്ന് പറഞ്ഞ് നമുക്ക് ഹജാദറാത്തീബ് അടക്കമുള്ള ഖുർആനിന്റെ അത്യാവശ്യമായി നമ്മൾ ഓതുന്ന സൂറത്തുകള്, അദ്കാറുകള്, മൗലിദുകള്, റാത്തീബുകള് എല്ലാം കിട്ടുന്ന ആപ്പ് ഔറാദ് വൽ മനാഖിബ്. എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ കാലത്ത്, എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ഔറാദ് വൽ മനാഖിബ്. ഒരു പുതിയൊരു ന്യൂ ആപ്പ് ഞാൻ ശ്രദ്ധിച്ചു, അൽ മുൻജിയ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. നമ്മുടെ മലയാളിയായ ഒരു ഉസ്താദ് ഇപ്പൊ അടുത്തത് അദ്ദേഹം ലോഞ്ച് ചെയ്ത അൽ മുൻജിയ. വളരെ മനോഹരമായ ഖുർആനും നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ദുആകളും അർത്ഥങ്ങളും ഒക്കെ വളരെ മനോഹരമായി പ്രയർ ടൈമിംഗ് അടക്കം അദ്കാറുകളും ഔറാദുകളും ഈ പറഞ്ഞ സീറകളും ഖസീദകളും ബൈത്തുകളും സ്വലാത്തും ദുആയൊക്കെ ഉള്ള അൽ മുൻജിയ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡിലും ആപ്പിളിലും ഒക്കെ കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ലോകത്തെ എല്ലാ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കും, പത്രങ്ങളായ പത്രങ്ങളും TV ന്യൂസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. വി അബാൻഡൻഡ് ഖുർആൻ. ഖുർആനെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തി കളഞ്ഞല്ലേ എന്ന് പുണ്യനബി പറയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, നാണിച്ചു പോകില്ലേ നമ്മൾ?